ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. അതേസമയം ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നടപടികൾ തടസ്സപ്പെട്ടു. സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം തുടങ്ങിയതോടെ 12 മണിവരെ നിർത്തിവച്ച ശേഷമാണ് നടപടികൾ പുനരാരംഭിച്ചത്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഭേദഗതി ബിൽ 2026 സഭ ചർച്ചയ്ക്കെടുത്തു. ജനുവരി 28-ന് ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം നാളെ അവസാനിക്കും. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് രണ്ടാം ഘട്ടം. രാജ്യത്തെ സാമ്പത്തിക പരിവർത്തനത്തിന് 2026-27 ബജറ്റ് നൽകുന്ന സംഭാവനയെക്കുറിച്ചുള്ള സമഗ്രമായ ചിത്രം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭയിൽ ധനമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സംസ്ഥാനത്ത് 79 നിയോജക മണ്ഡലങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തന്യു ഖേൽക്കർ. കേരളത്തിലെ തന്നെ ഏക ഗോത്രവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിലെ 3 പോളിംഗ് സ്റ്റേഷനുകളിലെയും നോട്ടീസ് നൽകിയ മുഴുവൻ വോട്ടർമാരുടെയും ഹിയറിംഗ് നടപടി പൂർത്തീകരിച്ചതായി ഇടമലക്കുടി സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ഈ മാസം 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ന്യൂഡൽഹിയിലെ സേവാതീർത്ത് കെട്ടിട സമുച്ചയത്തിന്റെ അനാച്ഛാദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. തുടർന്ന് കർത്തവ്യഭവൻ 1ഉം 2ഉം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി വൈകുന്നേരം സേവാതീർത്ഥത്തിൽ പൊതുപരിപാടിയെയും അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് തുടങ്ങിയവയാണ് സേവാതീർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള ബിജെപി കൌൺസിലർമാരുടെ സംഘം ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, മുതിർന്ന പാർട്ടി നേതാക്കൾ എന്നിവരുമായാണ് തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിന്റെ വികസന മുൻഗണനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം ലക്ഷ്യമിടുന്നതെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിനെ കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയില്ല. അതേസമയം കേസുകളിൽ പ്രതിയായ തിരുവാഭരണം മുൻ കമ്മീഷണർ കെ.എസ്. ബൈജുവിന് ഒരു കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു. കട്ടിളപ്പാളി കേസിലാണ് ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിലായതിനാൽ ബൈജു ജയിൽ മോചിതനാകില്ല. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ നിർണായക തെളിവെടുപ്പിനായി പ്രത്യേക അന്വേഷക സംഘം ഇന്ന് ശബരിമലയിലെത്തി. മുംബൈയിലെ ലാബിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതിന് സാമ്പിളുകൾ ശേഖരിക്കാനാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളിൽ എസ്ഐടി പരിശോധന പൂർത്തിയാക്കുക. നാളെയും മറ്റന്നാളും നടയടച്ച ശേഷമായിരിക്കും സാമ്പിളുകൾ ശേഖരിക്കുക. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിയിക്കും. കുംഭം 1-ആയ 13-ന് രാവിലെ 5-ന് നട തുറന്ന് പൂജകൾ ആരംഭിക്കും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി 17-ന് നടയടയ്ക്കും. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ സംയോജനം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഭാരത് ബോധൻ എ.ഐ. കോൺക്ലേവ് 2026-നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയിൽ എ.ഐ.യുടെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുന്നു. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കി. സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്. PSC ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ ഈ മാസം 21-ലേക്ക് മാറ്റി. കേരള, MG, കാലിക്കറ്റ് സർവകലാശാലകളും ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി. സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി വരെ നീളും. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. രാഹുൽ പ്രതിയായ ആദ്യ ലൈംഗിക പീഡന കേസിലാണ് ജാമ്യം. നേമം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഒമാനെതിരെ ശ്രീലങ്കയ്ക്ക് 105 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഉയർത്തിയ 226 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഒമാന് 20 ഓവറിൽ 120 റൺ നേടാനേ സാധിച്ചുള്ളൂ. രണ്ടാം മത്സരത്തിൽ നേപ്പാളിനെതിരെ ഇറ്റലി ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. മൂന്നാം മത്സരത്തിൽ ഇന്ത്യ നമീബിയയെ നേരിടും. രാത്രി 7-ന് ഡൽഹിയിലാണ് ഇന്ത്യ നമീബിയ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.